മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. ശ്രദ്ധിച്ചേ. വാട്ട് വയർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും ഫലമായിട്ട് സമൂഹത്തിൽ എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒബ്സർവ് ദ ഗിവൻ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നോക്കിയേ, ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും സൂഫി പ്രസ്ഥാനത്തിൻ്റെയും പ്രാധാന്യം, അല്ലെങ്കിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എന്തിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. റിലീജിയസ് ടോളറൻസ്, അല്ലെങ്കിൽ ഒരു മതസഹിഷ്ണുത കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിന് അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്, അതായത് ഇമ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മണ്ടയിൽ അടിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ആചാരങ്ങളെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു മനോഭാവമൊക്കെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഭക്തി സൂഫി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇനി വേറെ എന്തെല്ലാം പോയിന്റുകൾ നമുക്കവിടെ എഴുതി ചേർക്കാനായിട്ട് പറ്റും. സോഷ്യൽ ഈവിൾസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ സോഷ്യൽ ഈവിൾസ്, അപ്പം സമൂഹത്തിലുണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസിനെ ക്വസ്റ്റ്യൻ ചെയ്തു നമുക്ക് എഴുതി ചേർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഈക്വലായിട്ട് കാണാനായിട്ട് ഇതിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എഴുതാം. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തെ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കാസ്റ്റ്, അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തെയൊക്കെ അവർ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിവോഷന്, ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ സിമ്പിളായിട്ടുള്ള ഒരു വർഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ അവിടെ എഴുതി ചേർക്കണേ. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിച്ചിരുന്നേ. ദ മിഡീവിയൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ഹൈറാർക്കിക്കൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. അപ്പം മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് ഹൈറാർക്കിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, സാമൂഹ്യ അസമത്വങ്ങളും കാര്യങ്ങളും നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ സോഷ്യൽ ആൻഡ് the political and social conditions of that time were discussed in the previous chapter. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ സോഷ്യലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ച് നമ്മുടെ മുന്നത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഭക്തി സൂഫി മൂവ്മെൻറ്റ് ഹാവ് പ്ലേഡ് എ critical role in reducing conflict, bringing people together and creating an atmosphere of പീസ് ആൻഡ് ഹാർമണി. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെയും സൂഫി മൂവ്മെൻറ്റിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാണ്ടാക്കുന്നതിനും പീപ്പിൾസിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, പീസ്ഫുള്ളായിട്ടുള്ള, ജനങ്ങൾക്കിടയിൽ നല്ല സൗഹാർദ്ദമുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ സൂഫി അതുപോലെ തന്നെ ഭക്തി മൂവ്മെൻറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദീസ് മൂവ്മെൻറ്റ്സ് വെയർ സക്സസ്ഫുൾ ഇൻ ബ്രിങ്ങിങ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ ടു ദ കോമൺ പീപ്പിൾ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻസിലുള്ള ഐഡിയാസ് എല്ലാം സാധാരണക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഈ മൂവ്മെൻറ്റുകൾ വളരെ വലിയൊരു വിജയമായിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കിക്കേ, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ആൻഡ് സൂഫി ഐഡിയാസ് ഹെൽപ്ഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ടു കോ എക്സിസ്റ്റ്. അപ്പം ഭക്തി മൂവ്മെൻറ്റിൻ്റെയും സൂഫി മൂവ്മെൻറ്റിൻ്റെയും പ്രവർത്തന ഫലമായി ഡിഫറെൻറ്റ് കാസ്റ്റിലുള്ള ആളുകളെയും അതുപോലെ തന്നെ റിലീജിയനിലുള്ള ആളുകളെയും കോ എക്സിസ്റ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഹാൾമാർക്ക് ഓഫ് മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി സച്ച് ആസ് കമ്മ്യൂണൽ ഹാർമണി. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്തിനൊക്കെ ഇത് സഹായകരമായി എന്നാണ് പറയുന്നത്, ഒരു കമ്മ്യൂണൽ ഹാർമണി അല്ലെങ്കിൽ സാമുദായികമായ ഒരു സമത്വം കൊണ്ട് സൗഹാർദ്ദം കൊണ്ടുവരുന്നതിനും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതായത് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടല്ലേ, അപ്പോൾ അതിനെയെല്ലാം ഒരുമിപ്പിച്ച് ചേർക്കുന്നതിന് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം, അതുപോലെ തന്നെ ഫെർട്ടേണിറ്റി സാഹോദര്യം, ഇക്വാലിറ്റി ആൻഡ് പ്ലൂറലിസം എന്നിങ്ങനെയുള്ള, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത, അതുപോലെ തന്നെ പ്ലൂറലിസം
ബഹുസ്വരത എന്നിങ്ങനെയുള്ള ആശയങ്ങളെല്ലാം എന്താണ് ഭക്തി മൂവ്മെൻറ്റിൻ്റെ സൂഫി മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇക്വാലിറ്റി ആൻഡ് പ്ലൂറലിസം ഹാവ് ഇവോൾവ്ഡ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് ആശയങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഭക്തി മൂവ്മെൻറ്റിനും സൂഫി മൂവ്മെൻറ്റിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.